കയ്യിലൊതുങ്ങിയതും ക്യാരി ചെയ്യാൻ എളുപ്പവുമായ ചെറിയ ഫോണുകളോടുള്ള താല്പര്യക്കൂടുതൽ കൊണ്ടാണ് iPhone 13 mini എന്റെ പ്രൈമറി ഡിവൈസായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. iPhone 13 നൽകുന്ന അതേ പെർഫോമൻസും അതിനോടൊപ്പം തന്നെ ക്യാരി ചെയ്യാൻ വളരെ ചെറുതും വെയിറ്റും കുറഞ്ഞൊരു ഫോണാണ് iPhone 13 mini. അതുമാത്രമല്ല സിംഗിൾ ഹാൻഡഡ് ആയിട്ട് ഇത് വളരെ എളുപ്പം യൂസ് ചെയ്യാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. വളരെ ചെറിയൊരു ഫോൺ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് എപ്പോഴും ഒരു പ്രശ്നമായിരുന്നു. രാവിലെ പൂർണ്ണമായി ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ഈ ഒരു ഫോൺ ഉച്ച കഴിഞ്ഞ് 3 മണിയാകുമ്പോഴത്തേക്ക് വീണ്ടും ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഫേസ് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഫോണിന്റെ അത്രയെങ്കിലും വലിപ്പമുള്ളൊരു പവർ ബാങ്കും ക്യാരി ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുന്നത്. ഇതാണ് റോളിംഗ് സ്ക്വയർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ടൗ എന്ന് പറയുന്ന കീചെയിനും പവർ ബാങ്കും. റോളിംഗ് സ്ക്വയർ എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ഒരു കമ്പനിയാണ്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ബോക്സിനകത്ത് നമുക്ക് പവർ ബാങ്കും ഒരു ചാർജിംഗ് ഡോക്കും പിന്നെ ഒരു മൈക്രോ USB കേബിളുമാണ് ലഭിക്കുന്നത്. ഈ ഒരു മൈക്രോ USB കേബിൾ ചാർജിംഗ് ഡോക്കുമായി കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഭിത്തിയിൽ ഇത് വളരെ സിമ്പിളായിട്ട് തൂക്കിയിടാൻ കഴിയും. മുകളിലായി ചെറിയൊരു സർക്കിൾ പോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതാണ് ഇതിന്റെ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പവർ ബാങ്കിലേക്ക് അത്യാവശ്യമായിട്ട് കീചെയിനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ തൂക്കിയിട്ടതിന് ശേഷം നമുക്ക് പിന്നീട് ഈ ഒരു പവർ ബാങ്ക് ഇതിലേക്ക് വളരെ സിമ്പിളായിട്ട് കൊണ്ടുവന്നിടാൻ കഴിയും. ഈ ഒരു പവർ ബാങ്ക് തന്നെ നമുക്കൊരു കീ ചെയിനായിട്ടും ഉപയോഗിക്കാം എന്നതുകൊണ്ട് തന്നെ നമ്മളൊരു കീ ചെയിനൊക്കെ തൂക്കിയിടുന്ന ഒരു ഫീലിംഗ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ കീ ചെയിൻ കണക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെയും നിങ്ങൾ ഫോണുമായി കണക്ട് ചെയ്ത ഒരു പവർ ബാങ്ക് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു കീ ചെയിൻ റിമൂവ് ചെയ്യുന്ന രീതിയിൽ വേണം ഇത് ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ കീസ് വന്ന് ഉരഞ്ഞുള്ള സ്ക്രാച്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൽ നൽകിയിരിക്കുന്ന പവർ ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു പവർ ബാങ്കിന്റെ താഴെയായിട്ട് ഒരു സർക്കുലർ ഡോട്ട് കാണും. ഇതുവഴിയാണ് ഇതിന്റെ ചാർജിങ് നടക്കുന്നത്. ഈ ഒരു പവർ ബാങ്ക് പൂർണ്ണമായി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂറും 37 മിനിറ്റും വേണം. ഇനി ഒരു പവർ ബാങ്ക് മാത്രം ക്യാരി ചെയ്താൽ മതിയോ, ഇതിന്റെ കൂടെ കേബിളും കൂടെ ക്യാരി ചെയ്യണ്ടേ എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാവും. എന്നാൽ അതിന്റെ ആവശ്യമില്ല. ഈ ഒരു പവർ ബാങ്കിൽ തന്നെ 2 കേബിളുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു വശത്തായിട്ട് ഒരു ടൈപ്പ് സി കേബിളും മറുവശത്തായിട്ട് ഒരു ലൈറ്റ്നിങ് കേബിളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു പവർ ബാങ്കിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു കേബിളുകൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കേബിൾ നിങ്ങൾ ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഞാൻ വേറൊരു പ്രൊഡക്റ്റിലും കാണാത്തൊരു വ്യത്യസ്തത ഈ ഒരു ലൈറ്റ്നിങ് കേബിളിലുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ലൈറ്റ്നിങ് കേബിൾ തന്നെ മൈക്രോ USB പോർട്ടിലേക്കും കണക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്യാവശ്യ സമയങ്ങളിൽ ഏത് തരം പോർട്ടാണെങ്കിലും ഈ ഒരു പവർ ബാങ്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചാർജിങ് നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ മൈക്രോ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന അത്ര ഒരു ടൈറ്റ് ഫിറ്റ് ആയിരിക്കില്ല എന്ന് മാത്രമാണ്. എന്നാലും അത്യാവശ്യ സാഹചര്യത്തിൽ നമുക്ക് ഇത് ഉപകരിക്കും. ആദ്യമായിട്ടൊരു കാര്യം എടുത്തു പറയട്ടെ, നിങ്ങൾ വലിയൊരു പവർ ബാങ്കിന്റെ ഈക്വലായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യരുത്. ഇതിന്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ എമർജൻസി സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ഫോൺ ഒന്ന് ചാർജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഉദാഹരണം, ഈ ഒരു പവർ ബാങ്ക് എന്റെ iPhone 13 mini 20% നിന്ന് 62% വരെ ഏകദേശം 54 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യും. വളരെ സ്ലോ ചാർജിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ ഈ ഒരു ചാർജിംഗ് നടക്കുന്ന സമയത്ത് ഹീറ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് വലിയ കാര്യമാണ്. അത് നമ്മുടെ ഫോണിന്റെ ബാറ്ററി ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് നല്ലൊരു കാര്യം. പക്ഷേ ഇത്ര ചെറിയൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ സ്ലോ ചാർജിംഗ് ആണെങ്കിലും നമ്മൾക്ക് ഇതും ഫോണുമായിട്ട് കൊണ്ടു നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ വളരെ ചെറുതും എപ്പോൾ വേണമെങ്കിലും ക്യാരി ചെയ്യാൻ കഴിയുന്ന വളരെ ചെറിയൊരു പവർ ബാങ്ക് ആണ് ഈ ഒരു ടൗ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. പക്ഷേ ഇതിന് 2 പോരായ്മകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്നാമതായിട്ട് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു മൈക്രോ USB പോർട്ടാണ്. അതിന് പകരം ഒരു ടൈപ്പ് സി പോർട്ടും അതിന്റെ കേബിളുമാണ് നൽകിയിരുന്നത് എങ്കിൽ വളരെ നന്നായിരുന്നു. രണ്ടാമതായിട്ട് ഇതിന്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിലും ചെറിയൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ലൈറ്റ്നിങ് കണക്ടർ ഞാൻ സ്ഥിരമായിട്ട് കഴിഞ്ഞ 2-3 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്തെല്ലാം ഈ ഒരു പിന്നിന്റെ വശത്തുള്ള പ്ലാസ്റ്റിക് പുറത്തേക്ക് വരികയും അത് ഈ ഒരു പോർട്ടിലേക്ക് ഈ ഒരു കേബിൾ തിരിച്ചു വെക്കുന്നതിൽ ചെറിയൊരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഐഫോൺ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാവരും ചിലപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ഫോണിന്റെ ചാർജ് തീർന്നു പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ലൈറ്റ്നിങ് കേബിൾ ഇല്ല എന്നുള്ളത്. എന്നാൽ അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ കാണുന്ന inCharge Pro എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു വശത്തായിട്ട് നമുക്കൊരു ടൈപ്പ് സി കണക്ടറും മറ്റൊരു വശത്ത് ലൈറ്റ്നിങ് കണക്ടറുമാണ് കാണാൻ കഴിയുന്നത്. ഇത് വളരെ ചെറിയൊരു പ്രൊഡക്റ്റാണ്. ഇതിൽ 2 മാഗ്നറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 കണക്ടറുകളും ഒരുമിച്ച് ചേർന്നിരിക്കുകയും വളരെ ചെറിയൊരു പ്രൊഡക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് തോന്നുകയും ചെയ്യും. കൃത്യമായി പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 10 സെന്റിമീറ്റർ ആണ്. എന്നാൽ ഈ 2 പോർട്ടുകളും ഒഴിവാക്കി കേബിളിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 8.5 സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊരു കീ ചെയിന്റെ അറ്റത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബാഗിന്റെ സിബിലൊക്കെ വളരെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ കഴിയും. ഈ ഒരു പ്രൊഡക്റ്റ് MFI സർട്ടിഫൈഡ് ആണ്. അതായത് മെയ്ഡ് ഫോർ ഐഫോൺ എന്ന് കൃത്യമായിട്ട് ഇതിന്റെ ബോക്സിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ ഈ ഒരു ബോക്സിന്റെ പുറകിലും ഇതിന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു inCharge Proയുടെ പ്രത്യേകത നമുക്ക് ഇതിനകത്ത് ടൈപ്പ് സി കേബിളും ലൈറ്റ്നിങ് കേബിളും മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്.
എന്നാൽ ഇതേപോലെ തന്നെ വളരെ ചെറുതും ക്യാരി ചെയ്യാൻ എളുപ്പവുമായ ഒരു പ്രൊഡക്റ്റാണ് inCharge 6 എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിലും രണ്ട് സൈഡും മാഗ്നറ്റുകൾ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ കീ ചെയിനായിട്ടൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതിന്റെ ഒരു വശത്തായിട്ട് നമുക്കൊരു USB-A കണക്ടറും അത് ഊരി കഴിഞ്ഞാൽ നമുക്കൊരു Type-C കണക്ടറുമാണ് കാണാൻ കഴിയുന്നത്. മറ്റൊരു വശത്ത് നമുക്കൊരു Type-C കണക്ടറും അതൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റ്നിങ് കണക്ടറും കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് പല കോമ്പിനേഷൻസിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും. അതായത് USB-A to Type-C, USB-A to ലൈറ്റ്നിങ് കേബിൾ, Type-C to Type-C, Type-C to ലൈറ്റ്നിങ് കേബിൾ. ഈ ഒരു ലൈറ്റ്നിങ് കേബിൾ തന്നെ നമുക്ക് മൈക്രോ USB പോർട്ടിലും കണക്ട് ചെയ്യാൻ കഴിയും. നേരത്തെ പ്രൊഡക്റ്റിൽ ഉള്ളതുപോലെ തന്നെ അത്ര ടൈറ്റ് ഫിറ്റ് ആയിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്കിത് ഉപകാരപ്രദമാകും. അതുമാത്രമല്ല ഈ ഒരു കേബിളും വളരെ സ്ട്രോങ് ആണ്. ഒരു ഫ്ലാറ്റ് കേബിളാണ്. നേരത്തെ കാണിച്ച inCharge 6ലും നമുക്കൊരു ഫ്ലാറ്റ് കേബിൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ ഇത് ബ്രേഡഡ് ആയതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കണക്ടറാണ്. ഈ ഒരു കണക്ടർ അങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് അഥവാ ഈ ഒരു കണക്ടർ ഊരി മാറ്റി ഒരു കേബിൾ മാത്രമായിട്ട് യൂസ് ചെയ്യണമെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ ഈ കണക്ടർ ഊരി പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ഈ ഒരു അറ്റത്തായിട്ട് നമുക്ക് രണ്ട് ഗ്രൂവ് കാണാൻ കഴിയും. അതുവഴി നമുക്ക് ഈ ഒരു കണക്ടർ ഊരാനും ഇടാനും ഒക്കെ വളരെ എളുപ്പത്തിൽ കഴിയും. നേരത്തെ inCharge Proയിൽ കണ്ട അതേ 8.5 സെന്റിമീറ്റർ തന്നെയാണ് ഇതിന്റെ കേബിൾ ടു കേബിൾ ലെങ്ത്. അതായത് നമ്മൾ എഫക്റ്റീവായിട്ട് ഒരു പോർട്ടും മറ്റൊരു പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കേബിളിന്റെ ലെങ്ത് ഏകദേശം 8 സെന്റിമീറ്റർ മാത്രമാണ്. അപ്പോൾ വളരെ ചെറിയൊരു കേബിളാണ്. നേരത്തെ കാണിച്ച inCharge 6 പോലെ തന്നെ വളരെ ചെറിയൊരു പ്രൊഡക്റ്റാണ് അടുത്തതായി കാണിക്കുന്ന inCharge X എന്ന് പറയുന്നത്. ചില വ്യത്യാസങ്ങൾ മാത്രമാണ് ഇതിൽ എടുത്തു പറയാനുള്ളത്. ഒന്നാമതായിട്ട് ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആപ്പിൾ ഡിവൈസസിന് ഏകദേശം 27 വാട്ട്സ് വരെയുള്ള ഫാസ്റ്റ് ചാർജിങ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് ഇതിന്റെ ഒരു വശത്തായിട്ട് പുറത്ത് ലൈറ്റ്നിങ് കണക്ടറും അകത്ത് Type-C കണക്ടറുമാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് iPhone ഉപയോഗിക്കുന്നവർക്ക് നേരത്തെ കാണിച്ച പ്രൊഡക്റ്റിനേക്കാളും കുറച്ചുകൂടെ നീളം നമുക്ക് ഇതിൽ ലഭിക്കുന്നതാണ്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്കൊരു കീ ചെയിനായിട്ടോ അല്ലെങ്കിൽ ബാഗിന്റെ അറ്റത്തൊക്കെ തൂക്കിയിട്ട് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. പിന്നെ ആദ്യത്തെ പ്രൊഡക്റ്റായ inCharge Proയിൽ കാണിച്ചതുപോലുള്ള റിങ് ഈ രണ്ട് പ്രൊഡക്റ്റുകളിലും കിട്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏറ്റവും അവസാനമായിട്ട് മറ്റൊരു വ്യത്യാസമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അറ്റത്തായിട്ട് ചെറിയൊരു ക്യാപ്പും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ക്യാപ്പ് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ ഒരു കേബിളും ക്യാപ്പുമായി കണക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ കാണാൻ കഴിയില്ല. ഇനി അഥവാ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കേബിളിന് ഒരു അല്പം കൂടെ ലെങ്ത്തും പിന്നെ ഈ ഒരു ക്യാപ്പും ഊരിപ്പോകാതിരിക്കാനുള്ള സെറ്റപ്പുമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് inCharge XL എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ചെറിയ കേബിളുകളിൽ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഈ ഒരു പ്രൊഡക്റ്റാണ്. കാരണം ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 1 ഫീറ്റ് ലെങ്ത് വരുന്നുണ്ട്. അതായത് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതുകൂടാതെ ഈ ഒരു ക്യാപ്പ് ഊരി പോകുമെന്നുള്ള പേടി വേണ്ട. ഇതൊന്നും കൂടാതെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് Type-A to Type-C ആയിട്ടും Type-C to ലൈറ്റ്നിങ് കേബിൾ ആയിട്ടും Type-A to ലൈറ്റ്നിങ് കേബിൾ ആയിട്ടും ഇനി മൈക്രോ USB കേബിളുമായിട്ടൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ കഴിയും. അതായത് നിങ്ങളുടെ ബാഗിലോ നിങ്ങളുടെ കയ്യിലോ ഈ ഒരു കേബിൾ ഉണ്ടെങ്കിൽ കേബിളിനെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇതുവരെ ഞാൻ നിങ്ങളെ കാണിച്ചത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ചില പ്രൊഡക്റ്റുകളാണ്. എന്നാൽ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന 2 പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെ എല്ലാ